ഹലോ ഗൈസ്, അപ്പം വീഡിയോയുടെ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ ഒരു വെഡ്ഡിങ് റിയാക്ഷൻ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് ഞങ്ങളുടെ തന്നെ വെഡ്ഡിങ്ങിൻ്റെ വീഡിയോ. അതിനകത്ത് കുറച്ച് കഥകളുണ്ട്, പിന്നെ ആരും കാണാത്ത കുറച്ച് വീഡിയോസും ഉണ്ട്. അത് ഞാൻ കാണിക്കാം, പക്ഷെ നിങ്ങൾ ആരും ചിരിക്കല്ലേ കേട്ടോ. അത് ലാസ്റ്റിലത്തേക്കേ വരത്തുള്ളായിരിക്കും. അപ്പം മെയ് 14-നായിരുന്നു വെഡ്ഡിങ്. അപ്പം മെയ് 14 ആൻഡ് 15 വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പുള്ളതിൻ്റെ റിയാക്ഷൻ വേണോ? വേണ്ടല്ലോ. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും റിയാക്ട് ചെയ്യാനില്ല. വെഡ്ഡിങ് വീഡിയോ എടുത്തിട്ട് ഞാൻ റിയാക്ട് ചെയ്ത് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതിനകത്ത് എൻ്റെ കുറേ എക്സ്പ്രഷൻസ് വാരി വെതറിയെന്ന് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. എനിക്ക് തന്നെ അത് ചിരി വരുന്നു. പിന്നെ കുറേയൊക്കെ അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഭാഗ്യത്തിന് കുറച്ചേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. ഇല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ 4 ഇരട്ടി എക്സ്പ്രഷൻ ആയിരുന്നു കല്യാണത്തിൻ്റെ അന്ന് എൻ്റെ മുഖത്ത് മിന്നി മറിഞ്ഞത്. സോ എന്തായാലും വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഞാൻ വീഡിയോ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. സൈഡിലല്ല, മെയിൻ സ്ക്രീനിൽ തന്നെ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം ഞങ്ങളുടെ വെഡ്ഡിങ്ങിൻ്റെ ടൈം, അതായത് മുഹൂർത്തം ടൈം വന്നിട്ട് കുറച്ച് നേരത്തെ ആയിരുന്നു. ഒരു 8 മണി ടു 8:30 ആ ടൈമായിരുന്നു. സോ കുറച്ച് നേരത്തെ ആയിപ്പോയി. അപ്പം നമുക്കതിന് മുമ്പ് കുറച്ച് ഫോട്ടോ സെഷനൊക്കെ കുറച്ച് ടൈമേ കിട്ടിയുള്ളൂ. ഞാനപ്പോൾ ഒരു 6 മണിക്ക് റെഡി ആവേണ്ടി വന്നു. 2:30 3 മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. മേക്കപ്പ് ചെയ്തപ്പോൾ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം പെട്ടെന്ന് തീർന്നതുപോലെ തോന്നി. പിന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് ആകെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ മറ്റേ വെഡ്ഡിങ്ങിൻ്റെ അല്ലാത്ത ബാക്കി ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. സ്റ്റിച്ച് ചെയ്ത് തീരാത്തതിൻ്റെ ഒരു ടെൻഷനേ എനിക്കുള്ളായിരുന്നു. അല്ലാതെ വെഡ്ഡിങ്ങിൻ്റെ അന്ന് ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. പിന്നെ രാവിലെ ഒരു 6:30 ആയപ്പം നമ്മൾ 6:30 അവർ വന്നെന്ന് തോന്നുന്നു. 6:30 ആയപ്പോൾ അവർ വന്നു. കാരണം ലൈറ്റിൻ്റെ ഇത് ഒത്തിരി ഡാർക്ക്നെസ്സിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം കുറച്ച് നേരം ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഞാൻ ഫോട്ടോയ്ക്ക് പോയപ്പോൾ ഒരാൾ എന്നോട് വന്നിട്ട് ചോദിക്കുക, അല്ല എന്നെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുക, നീ എഴുന്നേറ്റ് വന്ന് ആരാന്ന് പറയണ്ടല്ലോ. അന്നേരം എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോസൊന്നും രാവിലെ എടുത്തിട്ടില്ല. എൻ്റെ സിംഗിൾ ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഫോട്ടോയ്ക്ക് അങ്ങോട്ട് ഇറങ്ങാൻ നേരത്താണ് ഞാൻ അയൺ ചെയ്ത്, അതായത് ചേട്ടനാണ് വന്നത്. തലേദിവസം എൻ്റെ കയ്യിൽ അയൺ ചെയ്യാൻ ഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അയൺ ചെയ്തത് കൊടുത്തിട്ടാണ് ഞാൻ ഫോട്ടോയ്ക്ക് പോയത്. അപ്പം എൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ കുറച്ചെടുത്തു. പിന്നെ ചേട്ടൻ പിന്നെ മുഹൂർത്തത്തിൻ്റെ ടൈമിൽ 7:45 8 ആ ടൈമിലായപ്പോഴാണ് ആളെ റെഡിയാക്കി മുണ്ടൊക്കെ ഉടുപ്പിച്ച്. എൻ്റെ കസിൻസ് ആയിരുന്നു മുണ്ടുടുപ്പിച്ചത്. അവർ മുണ്ടൊക്കെ ഉടുപ്പിച്ചിട്ട് കൊണ്ടുവന്നു. അപ്പം ഇതായിരുന്നു നമ്മൾ കല്യാണത്തിന് മുമ്പ് ഓക്കെ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഫോട്ടോഷൂട്ട്. അപ്പോൾ അതിന് ഞാൻ തന്നെ ഉള്ളായിരുന്നു. പിന്നെ ആ ടൈമിൽ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് അമ്മ ഫുഡ് കൊണ്ടു തരുന്നുണ്ട്. ഞാൻ കുറച്ച് കഴിച്ചു. എനിക്ക് ഒന്നാമത് ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും ഞാൻ ഫുഡ് കഴിക്കാറില്ല. ഡാൻസ് പ്രോഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള ടൈമിലൊന്നും ഞാൻ ഫുഡ് എനിക്കങ്ങോട്ട് ഇറങ്ങത്തില്ല. എന്താണെന്നറിയത്തില്ല. വെള്ളം നല്ലതായിട്ട് കുടിക്കും, അല്ലാതെ ഫുഡ് ഐറ്റംസ് അധികം ഇറങ്ങാറില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് അമ്മ കൊണ്ടു തരുന്നുണ്ടായിരുന്നു. പിന്നെ പിന്നെ അന്നേരം പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. ഈ ഫോട്ടോസൊക്കെ എടുത്തു, അത്രയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഇത് ആസ് യൂഷ്വൽ നമ്മുടെ എല്ലാ ഫോട്ടോസിനും പറയുമല്ലോ, നല്ല സന്തോഷമായിട്ട് ചിരിക്കാൻ. അതിൻ്റെ സന്തോഷത്തോടെ ചിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഇടയ്ക്ക് എന്തോ വാവെന്നൊക്കെ പറയാനും അങ്ങനെയൊക്കെ നമ്മളോട് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ആയിരുന്നു നമ്മുടെ ഫാമിലി ഫോട്ടോസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? അതായത് എൻ്റെ തലയിലെ പൂവ് അത് ഇളകി, മീൻസ് യൂപ്പിന് ഇളകി വന്നു. ഞാൻ തന്നെ ആയിരുന്നല്ലോ വെച്ചത്. അപ്പം ഞാൻ അമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഇങ്ങനെ വേണം വെക്കാൻ. മീൻസ് ആ ഡെമോ കാണിച്ചു കൊടുത്തതിൻ്റെ ആയിരുന്നു ഇങ്ങനെ കാണിച്ചത്. അതെനിക്ക് പിന്നെ സത്യം പറഞ്ഞാൽ മനസ്സിലായത്. ആദ്യം എനിക്ക് മനസ്സിലായില്ല, ഞാൻ എന്ത് പടം വരച്ച് കളിക്കുവാണെന്ന് ഓർത്തു. പിന്നെ ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തതിന് ഇങ്ങനെ വരണമെന്നുള്ളത്. ഇടയ്ക്ക് എനിക്ക് ഫോട്ടോഗ്രാഫർ, ഇപ്പം എൻ്റെ പൂവ് യൂപ്പിന് ആദ്യം ഇളകി വന്നപ്പം ഫോട്ടോഗ്രാഫേഴ്സ് ആയിരുന്നു എനിക്ക് ബാക്കി കുത്തി തന്നെ. അന്നേരം എൻ്റെ അടുക്കൽ ആരും ഇല്ലായിരുന്നു. ഇവരൊക്കെ പിന്നെ റെഡിയായി വന്നത്. അപ്പം ഞാനും ഫോട്ടോസ് എടുക്കുന്ന അവരും ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരായിരുന്നു ബാക്കി പൂ കുത്തി തന്നത്. പിന്നെ ഇത് ഞാനാണെങ്കിൽ അമ്മ തന്നെയാണെന്ന് തോന്നുന്നു മേക്കപ്പ് ചെയ്തത്.
സത്യം പറഞ്ഞാൽ ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഒരു 11 മണിയുടെ ഒക്കെ മുഹൂർത്തമായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ തന്നെ മേക്കപ്പ് ചെയ്ത് കൊടുത്തേനായിരുന്നു. സാരി അയൺ ചെയ്ത് പ്ലേറ്റ് ചെയ്തെല്ലാം ഞാൻ കൊടുത്തായിരുന്നു. ഹെയറിൻ്റേതും ഓക്കെ ആയിരുന്നു. പക്ഷേ പൂവൊക്കെ വെച്ചത് അമ്മ തന്നെ. പിന്നെ മേക്കപ്പ് ചെയ്തത് അമ്മ തന്നെ ആയിരുന്നു. അപ്പോൾ ഐബ്രോസ് ഭയങ്കര ഡാർക്കായിപ്പോയായിരുന്നു. ഡാർക്കായി പോവുകയും പിന്നെ ഇങ്ങോട്ടെന്തോ സംതിങ് ഇറങ്ങി വന്നിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഞാൻ ആക്ച്വലി ഐബ്രോ പെൻസിലൊക്കെ എടുത്ത് കൊടുത്ത് ഈ കളർ വേണം യൂസ് ചെയ്യാനെന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു വന്നത്. പക്ഷെ അന്നേരത്തെ തിരക്കിന് വേറെ ഏതോ ഡാർക്ക് ഷെയ്ഡാണെന്ന് തോന്നുന്നു ഇട്ടത്. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ഡാർക്ക്നെസ് വന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ തുടച്ച് ഇതാക്കി കൊടുക്കുമായിരുന്നു. ഇവരൊക്കെ കല്യാണത്തിന് വേറെ ഡ്രസ്സായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു എൻ്റെ മാത്രം ഫോട്ടോസ് അന്നേരം എടുത്താൽ മതി കൊണ്ട് ഞാൻ മാത്രം ഉള്ളത് ആദ്യമേ റെഡി ആയത്. ബാക്കി എല്ലാവർക്കും പിന്നെ റെഡി ആവാൻ കുറച്ച് ടൈം കിട്ടി. ഒരുപാട് ടൈം കിട്ടിയിട്ടൊന്നുമില്ല, കാരണം ഒത്തിരി നേരത്തെ ആയിപ്പോയി മുഹൂർത്തം. നമ്മൾ അത്രയും നേരത്തെ മുഹൂർത്തം വെക്കാൻ കാരണം ഒന്ന് ഇവിടെ നിന്ന് വരുന്നവർക്കൊക്കെ തിരിച്ചു പോകണമായിരുന്നു. പിന്നെ ഫ്ലൈറ്റിൽ വന്നവർക്ക് അതിൻ്റെ ടൈമിങ് നോക്കണമായിരുന്നു. കുറേ പേർക്ക് ട്രെയിനിൽ വന്നവർക്ക് അതിൻ്റെ ടൈമിങ്, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അത്രയും നേരത്തെ വെച്ചത്. പിന്നെ തമിഴ്നാടിൻ്റെ ഒരു മോസ്റ്റ്ലി തമിഴ് ഫ്രണ്ട്സൊക്കെ ആയിരുന്നു വന്നത്. ചേട്ടൻ്റെ റിലേറ്റീവ്സിന് ലാസ്റ്റ് മിനിറ്റിൽ ടിക്കറ്റ് കിട്ടാതൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നം കൊണ്ട് റിലേറ്റീവ്സ് കുറവായിരുന്നു. അപ്പോൾ അവർക്കാണെങ്കിലും തിരിച്ചു പോകേണ്ട ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പഞ്ചാബി കൾച്ചർ നോക്കുകയാണെങ്കിൽ മിഡ് നൈറ്റ് അല്ല, നൈറ്റ് ടൈമിലാണ് മാരേജ് വരുന്നത്. നമ്മുടെ തമിഴ്നാടിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ രാവിലെ 4 മണി 5 മണി ടൈമിലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ ആണെങ്കിൽ ഒരു ഡേ ടൈമിൽ 11 മണി 12 മണി ആ ടൈമിലൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കൂടെ ഒരിത് നോക്കിയിട്ടാണ് നമ്മൾ 8 മണി വെച്ചത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ വന്നവർക്ക് 8 മണി എന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര താമസിച്ചെന്നുള്ളൊരു ഫീല്, നമുക്കാണെങ്കിൽ അത് ഭയങ്കര നേരത്തെ ആയെന്നുള്ള ഫീല്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മുഹൂർത്തം ആ ഒരു ടൈമിൽ വന്നത്. ഇത് പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് കാര്യങ്ങളൊക്കെ വരുന്നുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതായത് ഈ ചെറുക്കനെ സ്വീകരിക്കുന്ന ഒരു ടൈമുണ്ടല്ലോ, അന്നേരമാണെങ്കിൽ ഞാൻ ചേട്ടനെ വിളിച്ചായിരുന്നു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അതായത് ഈ കഴുത്തിൽ കൂടെ മാല ഇടുമല്ലോ, അപ്പോൾ അത് ഒരുപാട് ലെങ്ത്തുള്ള മാലയല്ല. പൊതുവെ ഞാൻ ലെങ്ത്തുള്ള മാല ഇടാറേ ഇല്ല. അപ്പം ഞാൻ വാങ്ങിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഒരുപാട് ലെങ്ത്ത് ഉള്ളത് വാങ്ങിക്കില്ല, എനിക്കിഷ്ടമല്ല, ഞാനത് അപ്പം തന്നെ ഊരിക്കളയും. അതുകൊണ്ട് വലിയ ലെങ്ത്ത് ഇല്ലാത്ത മാലയായിരുന്നു. സോ അത് തലയിൽ കൂടെ നമുക്ക് കയറുമ്പോൾ മേ ബി മുടി ഇറങ്ങി, മുടിയുടെ ഇത് പോകും, അല്ലെങ്കിൽ മുഖത്ത് എന്തെങ്കിലും ഇതാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ടൈമിൽ അവനെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ഓപ്പൺ ചെയ്തിട്ടിടണോ എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു അതെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു ആദ്യത്തെ അന്നേരമായി എന്നോട് പറയുന്നത്, അതുവരെ നമുക്കതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. ആ വിളിച്ച ടൈമിലാണ് എന്നോട് പറയുന്നത്, ആക്ച്വലി അന്നേരം എന്തോ ഡിസൈഡ് ചെയ്യുന്നത്, ഫസ്റ്റിലത്തെ ഒരു കെട്ട് ചേട്ടൻ കിട്ടും, ബാക്കി 2 കെട്ട് ചേട്ടൻ്റെ സിസ്റ്റർ കിട്ടുമെന്ന്. അപ്പോൾ ഇത്രയും വർഷം നമ്മളിങ്ങനെ പറയുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യത്തിലൊന്നിതായിരുന്നു, എനിക്കിഷ്ടമല്ല ഇങ്ങനെ വേറൊരാൾ താലി കെട്ടുന്ന. എനിക്ക് ഇപ്പോൾ കല്യാണം കഴിക്കുന്നത് നമ്മൾ രണ്ടുപേരുമല്ലേ, അപ്പോൾ അതിനകത്ത് വേറൊരാൾ താലി കെട്ടുന്നത് എനിക്ക് പൊതുവേ ഇഷ്ടമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അന്നേരം അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ദേഷ്യം വന്നു. ഞാൻ ചോദിച്ചു പിന്നെ നീ എന്തിനാ കല്യാണത്തിന് വന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. അതായത് ചെറുക്കനെ സ്വീകരിച്ച്, അതായത് നമ്മുടെ പെണ്ണിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു പോയി ആ ഒരു ടൈമിലാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ അത്രയും ലാസ്റ്റ് മിനിറ്റായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എനിക്കങ്ങ് ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ വന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ തിരിച്ച് വിളിച്ചെന്ന് തോന്നുന്നു. തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തന്നെ 3 കെട്ടുവാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ഇതൊക്കെ ചെയ്യാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു പണ്ടിട്ട്. അപ്പോൾ പുള്ളിയോട് ചേട്ടൻ അന്നേരം, അതായത് ഈ ചെറുക്കനെ സ്വീകരിച്ചുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ തന്നെ 3 കെട്ടിക്കോളാമെന്ന് ചേട്ടൻ പുള്ളിയോട് പറയുന്നത് ഈ വീഡിയോയ്ക്കകത്തുണ്ടെന്ന് തോന്നുന്നു. ഈ ടൈമൊക്കെ ആയപ്പോഴെന്തോ ഇതിന് തൊട്ട് മുമ്പാണ് ഞാൻ വിളിക്കുന്നത്.
അന്നേരത്തേക്ക് അത് കഴിഞ്ഞ ഉടനെ അവിടെ ഇത് കേൾക്കാമായിരുന്നു എനിക്ക്. ഞാൻ നെക്സ്റ്റ് ഫ്ലോറിലിരിക്കുമായിരുന്നു. ഇതിന് കുറച്ച് മുമ്പായിരുന്നെന്ന് തോന്നുന്നു പറഞ്ഞത്. പക്ഷെ അത് വീഡിയോയിലുണ്ടായിരുന്നല്ലോ. ഇനി ഞാൻ മിസ് ചെയ്തതാണെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ഓഡിറ്റോറിയത്തിലോട്ട് എൻ്റർ ആകുന്നതിന് തൊട്ട് മുമ്പാണ് പറയുന്നത്. അത് പക്ഷെ എനിക്കൊന്ന് വീഡിയോയിലില്ലെന്ന്. ആ ടൈമിലാണ് പറയുന്നത്. ഇതെന്തോ അച്ഛനോടും അമ്മയോടും ഏതാണ്ട് മന്ത്രങ്ങളൊക്കെ പറയുന്ന ടൈമിൽ ഞങ്ങൾക്ക് ടൈം കിട്ടിയായിരുന്നു. ഞങ്ങൾ അവിടെ എന്തായാലും വെറുതെ നിൽക്കുമല്ലേ. അന്നേരം ഞങ്ങൾ എന്തോ പറഞ്ഞതെന്ന് അറിയത്തില്ല. എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. എന്തോ ഫോട്ടോയുടെ കാര്യം ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ എന്തുമായിരുന്നു പറഞ്ഞത്? അയ്യോ, സത്യം പറയാം അത് മറന്നുപോയി. പിന്നെ ഞങ്ങളുടെ അടുക്ക വന്നിട്ട് ഞങ്ങളോട് ഇതൊക്കെ മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നേരെ കല്യാണത്തിൻ്റെ ചടങ്ങിലേക്ക് കടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് താലി കെട്ടുന്ന ടൈമിൽ എന്നോട് നമ്മുടെ ഫോട്ടോഗ്രാഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവൻ എന്നോട് ഓൾറെഡി നേരത്തെ 1 മാസം മുമ്പേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പം പറഞ്ഞായിരുന്നു, സാധാരണ കല്യാണത്തിൻ്റെ ടൈമിൽ എല്ലാവരും ഇങ്ങനെ ആയിപ്പോവും ഓട്ടോമാറ്റിക്കലി. അങ്ങനെ ആയാൽ ഫോട്ടോ ഒന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ താലി കെട്ടുന്നതിലും എനിക്ക് കോൺസെൻട്രേഷൻ അങ്ങോട്ടായിരുന്നു. കാരണം ഇങ്ങനെ കുനിഞ്ഞു പോകല്ലോ, നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ കുനിഞ്ഞു പോകും. അപ്പോൾ അത് കുനിയാതിരിക്കാൻ കറക്റ്റ് ആംഗിൾ വേണം. അപ്പോൾ ഞാൻ അതിനു മുമ്പ് ഇങ്ങനെ കാണിച്ചായിരുന്നു, എല്ലാം സെറ്റല്ലേ, ഇങ്ങനെ മതിയോ എന്നൊക്കെ ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോയിൽ വന്നിട്ടില്ല. അത് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ഇങ്ങനെ പോരേന്ന്, ഇങ്ങനെ അവിടെ തന്നെ ഇരുന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അതെന്തായാലും വീഡിയോയിൽ വന്നിട്ടില്ല, ഭാഗ്യം. പിന്നെ ഇവരെന്താ ഞാൻ ചോദിച്ചത്? ഇതെന്തായിരുന്നെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നെറ്റിയിൽ തൊടാൻ സിന്ദൂരം കൊടുക്കുമല്ലോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇവിടെ തൊടേണ്ടതിന് പകരം ഇവിടെ തൊട്ടു. അപ്പോൾ അയ്യരവിടെ നിന്ന് അടപ്പാവി. അപ്പോൾ അതിനാണ് ഞങ്ങൾ ചിരിച്ചത്. അപ്പോൾ ഇവൻ അവിടെ നിന്ന് പറയാം, എനിക്കെങ്ങനെ അറിയാം എവിടെ തൊടട്ടെ. അപ്പോൾ അതിനായിരുന്നു ഞങ്ങൾ ചിരിച്ചത്. പിന്നെ രണ്ടാമത് അവൻ മേളിൽ തൊടുമായിരുന്നു. പക്ഷെ ആ സിന്ദൂരം താഴത്തോട്ട് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കുറച്ച് എൻ്റെ കവിളിലും ആക്കി. എനിക്കതാ ദേഷ്യം വന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ ഒരു മാല ഇട്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ അത് താലിയുടെ മാലയാണ്. അത് കൂടാതെ വേറെ മാല ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫോൺ വിളിച്ചെന്ന് പറഞ്ഞല്ലോ, എനിക്ക് ആ ഒരു മാലയുടെ രണ്ടാമത്തെ ആ ഒരു മാലയുടെ കാര്യം അറിയത്തുള്ളൂ. എന്നാൽ താലിയുടെ കൂടെ ഇങ്ങനൊരു മാല ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഒരു മാല ഇട്ടപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ മറ്റേ ആ മാല ഇട്ടു, അപ്പോൾ അത് ഓക്കെ ആയി, എല്ലാം റെഡി ആയെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂമാല ഇട്ടിട്ട് ഞാൻ ചേട്ടന് മാല ഇട്ടു. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ട് പിന്നെയും ഒരു മാലയും കൊണ്ട് വരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്തുവാ, നീ എന്ത് അന്നേരം തരാഞ്ഞെന്ന്. അതിൻ്റെ ഒരു എക്സ്പ്രഷൻ വേറെ ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചേട്ടന് മാല ഇടുമ്പോൾ ചേട്ടൻ എനിക്ക് മാല ഇടണ്ടേ. അപ്പം ഞാൻ ഓർത്തു ഓൾറെഡി ഒരു മാല ഇട്ടപ്പോൾ അത് കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ചേട്ടൻ പറയുന്നത് ഇത് മാല കൊടുക്കാനുണ്ടെന്നോ, അതുകൊണ്ട് സാരി കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നു എന്തോ നീ കാണിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അപ്പോൾ ആ മാല എനിക്ക് സാരിയുടെ കൂടെ വെച്ച് തരുമായിരുന്നു. പിന്നെ അതുപോലെ ഈ കൈ കൊടുക്കുമ്പോൾ ഞാൻ നോർമലി സത്യം പറഞ്ഞാൽ ഇനി ഈ കൈ ഇങ്ങനെ വെക്കണം. പക്ഷേ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ ഏതാണ്ട് ആജ്ഞാപിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അയ്യോ, അതായത് ചേട്ടൻ അതിൻ്റെ ചടങ്ങൊന്നും അറിയാത്തൊരു ഞാനിങ്ങനെ ഞാൻ നോർമലി ഇനി ഈ കൈ വെക്കണമെന്ന് പറഞ്ഞോളൂ. പക്ഷേ ഇതിനകത്ത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ ഏതാണ്ട് ആജ്ഞാപിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ഇതത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു ഇനി ഇങ്ങനെ 3 വട്ടം കറങ്ങിയിട്ട് നിങ്ങൾ അങ്ങ് പൊക്കോളാൻ. ഞങ്ങൾ ചോദിച്ചു എങ്ങോട്ട് പോകുന്നത്? നിങ്ങൾ ഇതുവഴി ഇങ്ങനെ ഇറങ്ങി ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരും. ഞങ്ങൾ ചോദിച്ചു എങ്ങോട്ട് കറങ്ങുന്ന കാര്യം ഈ പറയുന്നത്? അപ്പോൾ അതായത് ജസ്റ്റ് സ്റ്റേജിന് വെളിയിൽ ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ കയറി വരാൻ. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ, എനിക്കും അറിയത്തില്ലായിരുന്നു അത്. അപ്പം അതിൻ്റെ ചെറിയൊരു ഡിസ്കഷൻ അവിടെ കുറച്ച് നേരം നടന്നായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോയിൽ അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടില്ല. പിന്നെ അതുപോലെ ഇതിങ്ങനെ നമ്മുടെ വെറ്റ വെച്ചിട്ടാണല്ലോ തരുന്നത്. അപ്പോൾ ആ വെറ്റ തിരിച്ചു കൊടുക്കണമെന്നോ ഒക്കെ അഭിപ്രായം വരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറയുന്ന വെറ്റോളം പറഞ്ഞിട്ട് ഞാൻ ആ വെറ്റ എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇതായിരുന്നു.
ഞാൻ എല്ലാവരോടും എന്തും ഈ കഥ പറയുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അത് ഞാൻ എന്തോ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ടിഷ്യൂ, ബ്ലഷ്, പിന്നെന്തോ ബ്രഷ്, അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞു വിടുമായിരുന്നു. കാരണം എൻ്റെ കവിളിൽ സിന്ദൂരമാക്കിയായിരുന്നു ഇവന്. അപ്പോൾ അത് കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടിഷ്യൂ ഒക്കെ അവരോട് പറഞ്ഞു വിടുമായിരുന്നു. ഇത് എൻ്റെ കൂട്ടുകാർ വന്നെൻ്റെ ഞാനപ്പോൾ അവരോട് പറയുക, വെള്ളം വാരി തിന്നിട്ട് പോ. അയ്യോ, മോശമായിപ്പോയി, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇത് കണ്ടോ, കറക്റ്റായിട്ട് അത് വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഒരാളാണെങ്കിൽ, അവനാണെങ്കിൽ ഞങ്ങളുടെ ജൂനിയറാണ്. പക്ഷെ അവൻ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വേറൊരു കാര്യം. പക്ഷെ വരുമെന്ന്, അവന് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസായിപ്പോയി. അതിൻ്റെ വീഡിയോ ഞാൻ കൊടുക്കാം. അപ്പോൾ അവൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ അയ്യോ നീയോ എന്നിങ്ങനെ ചോദിക്കുന്നു അതുണ്ടായിരുന്നു. പിന്നെ അതിൽ 2-3 പേര് ബാക്കി എല്ലാവരും തലേദിവസമേ വന്നായിരുന്നു. അന്ന് വന്ന 2-3 പേര് അവരോട് ഞാൻ ചോദിക്കുന്നു, അയ്യോ നിങ്ങൾ വന്നോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെന്തുമായിരുന്നു, പിന്നെ ഈ വാരി തിന്നിട്ട് പോകാൻ പറയുന്ന ആ എക്സ്പ്രഷനാണ് ആ കാണുന്നത്. ഇത് ഞാൻ അങ്ങോട്ട് ഹാപ്പി മാരീഡ് ലൈഫ് പറയുക. എന്നോട് പറയുന്നതിന് മുമ്പ് ഞാൻ കുറേ പേരോട് അങ്ങോട്ടങ്ങ് പറഞ്ഞു ഹാപ്പി മാരീഡ് ലൈഫ്. ഇതെന്തോ ഞങ്ങൾ പറയുന്നത്, എന്തോ അതിനകത്ത് ഞാനും കൊണ്ട് ചെവി വെച്ചിട്ടുണ്ട്. എന്തോ അത് ഓർക്കത്തില്ല. ഞങ്ങൾക്കാന്നോ പറയാൻ കഥകളില്ലാത്തത്. ഇതായിരുന്നതിൽ എൻ്റെ കയ്യിൽ ഞാൻ നഖം വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതാണെങ്കിൽ ഇളകിപ്പോയായിരുന്നു. അത് ഞാനിങ്ങനെ തപ്പി പെറുക്കിക്കൊണ്ടിരിക്കുക. അവരൊരു സൈഡിൽ കൂടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നഖം എവിടെ പോയി എന്നുള്ള ഇതിൽ നോക്കുമായിരുന്നു. എന്നിട്ട് എന്തോ ഞാനിങ്ങനെ പറയുന്നുണ്ട്. ഇതെന്തോ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി ഒന്ന് വന്നതല്ലേ, മീൻസ് അവർ ഓൾറെഡി ഫോട്ടോ എടുത്തിട്ട് അവിടെ പിന്നെ അങ്ങ് പോവായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റൊക്കെ ആയപ്പോൾ പിന്നെയും അവർ ഗിഫ്റ്റും കൊണ്ട് വന്നായിരുന്നു. അപ്പം ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഓൾറെഡി മുമ്പേ വന്നതല്ലായിരുന്നു എന്നിങ്ങനെ ചോദിച്ചു. അത് ചേട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. നമുക്ക് അങ്ങനെ കുഴപ്പമില്ല, ചോദിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ദൈവം, എല്ലാവരുടെയും ഡ്രസ്സിലും മുടിയിലും ഒക്കെ ആ വളയിലിങ്ങനെ കല്ലുണ്ട്. അത് ഇവരുടെ പഞ്ചാബി ചൂട. യെസ്. സോ അതാണെങ്കിൽ വരുന്നവരുടെ എല്ലാം ഡ്രസ്സിലും, ഇതിപ്പോൾ 3-4 പേരുടെ ഡ്രസ്സിലും അവിടെ ഇവിടെയൊക്കെ ഇതായി. അത് എൻ്റെ അടുക്കൽ ആരൊക്കെ നിൽക്കുന്നു അവരുടെ എല്ലാം ഡ്രസ്സിൽ അത് കുരുങ്ങുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇഫ് യു ഡോണ്ട് മൈൻഡ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, രാവിലെ അങ്ങനെ അധികം ഇതായിട്ടൊന്നും കഴിച്ചില്ലായിരുന്നു. ഉപ്മാവോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പം ഇപ്പം എത്ര അപ്പം പറഞ്ഞു, ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ അപ്പം പറയുന്നുണ്ട്, നിങ്ങളതൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അതായത് അമ്മയാണെങ്കിൽ ഇടയ്ക്ക് ഇത് സാലഡ് കൊണ്ട് തരുന്നുണ്ടായിരുന്നു. പിന്നെ വെള്ളം ഒക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് ജ്യൂസ് ഐറ്റംസ് അങ്ങനത്തെ ഇതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ട് ഈ ടയർഡ്നെസ് അറിഞ്ഞില്ല കേട്ടോ. കല്യാണത്തിൻ്റെ ഡേയിൽ അന്ന് ഞാൻ ഭയങ്കര എനർജി ആയിരുന്നു. തലേദിവസം ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ലാസ്റ്റ് ഒരു വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ലാസ്റ്റ് അല്ല, അതായത് ഞാനൊരു 6-7 മാസം മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, വെഡ്ഡിങ് സംതിങ്, എന്തോ വെഡ്ഡിങ് സീരീസോ സംതിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഞാൻ 2 മണിക്ക് കിടന്നു, 2:30 ആയപ്പം എഴുന്നേറ്റു. ഈ അരമണിക്കൂർ പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. സോ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ തന്നെ ആയിരുന്നു മേക്കപ്പും ചെയ്തത്. എന്നാലും എനിക്കങ്ങനെ വലിയ ടയർഡ്നെസ് ഒന്നും തോന്നിയില്ലായിരുന്നു കേട്ടോ, എന്തോ ഭാഗ്യം കൊണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ താലി കെട്ടിക്കഴിഞ്ഞ് ഫോട്ടോ സെഷൻ തുടങ്ങുമല്ലോ. ഇപ്പോൾ സാധാരണ പച്ചവെള്ളം പോലും കുടിക്കാതായിരിക്കും മിക്കവരും നിൽക്കേണ്ടി വരുന്നത്. സോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫോട്ടോസ് ഒരു സൈഡിൽ കൂടെ അവർ എടുത്തോട്ട്, നമുക്ക് വെള്ളം കുടിക്കുന്നതിലോ അല്ല ചെറിയ സ്നാക്സ് ഒന്നും കഴിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഹെൽത്താണ് നമുക്ക് മെയിനായിട്ടും നോക്കേണ്ടത്. സോ ഞാൻ ഇടയ്ക്ക് താലി കെട്ടി കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ കഴിക്കത്തുണ്ടായിരുന്നു ഈ കുക്കുംബറും മറ്റേ വേറെന്തുമായിരുന്നു, ക്യാരറ്റ്, കുക്കുംബർ, അതിന് സാലഡ് ഉണ്ടായിരുന്നു. പിന്നെ വേറെന്തോ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പായസം ഇടയ്ക്ക് ഞാൻ കുടിച്ചായിരുന്നു.
അങ്ങനെ വെള്ളം നല്ലതായിട്ട് കുടിക്കുന്നുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ട് വലിയ ടയർഡ്നെസ്സും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ ഇത് വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഇനി കല്യാണം കഴിക്കാനൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ത്രൂ ഔട്ട് ഇങ്ങനെ പട്ടിണി കടന്ന് പിന്നെ സദ്യ ആയിരിക്കും കഴിക്കുന്നത്, അല്ലെങ്കിൽ ലഞ്ച്, ഓക്കെ വാട്ടെവർ. ഉച്ചയ്ക്ക് എന്ന് വെച്ചാൽ കല്യാണപ്പെണ്ണും ചെറുക്കനും ഒക്കെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നത് ലാസ്റ്റിലായിരിക്കും. സോ അതുവരെ പട്ടിണി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ കഴിച്ച് നമുക്ക് അത്രയും ടയർഡ്നെസ് അറിയത്തില്ല. അതെന്തുമായിരുന്നെന്ന് വെച്ചാൽ ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നപ്പം എനിക്ക് തോന്നുന്നു അത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് ഞങ്ങൾ 10 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഫ്രണ്ടാണ്. അവൾ വന്നു. അപ്പം നമ്മളിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുമ്പം നമ്മളോട് പറയത്തില്ലേ ക്യാമറയിലോട്ട് നോക്കണം, അനങ്ങല്ല വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ പെട്ടെന്ന് അവളെ കണ്ടപ്പോഴത്തേക്ക് അയ്യോ ഉള്ള ഒരു റിയാക്ഷൻ വന്നു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഒന്നാമത് നല്ല ദൂരമുണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന്, അതായത് നമ്മൾ ആലപ്പുഴ വെച്ചല്ലായിരുന്നു കല്യാണം. അപ്പം അത്യാവശ്യം നല്ല ദൂരമുണ്ട്, രാവിലത്തെ മുഹൂർത്തം. അപ്പം കുഞ്ഞിനെ കൊണ്ടൊക്കെ രാവിലെ വരിക എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനപ്പോൾ വീട്ടിലോട്ടാണ് ഇൻവൈറ്റ് ചെയ്തത്. എന്നിട്ട് ഞാൻ പറഞ്ഞു പറ്റുമെങ്കിൽ, അതായത് രാവിലെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് വരിക എന്നുള്ളത്. അപ്പം വീട്ടിലെ ഫംഗ്ഷനെങ്കിലും പറ്റുമെങ്കിൽ വരണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒട്ടും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല ആലപ്പുഴ വരെ വരുമെന്ന്, അതും ഇത്ര രാവിലത്തെ മുഹൂർത്തത്തിന്. അതിൻ്റെ ആ റിയാക്ഷൻ പെട്ടെന്ന് കണ്ടത്. പെട്ടെന്ന് ഞാൻ ഓർത്ത് അയ്യോ ഫോട്ടോസ് എടുക്കുവാന്നല്ലോ, അതാ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ആ ഉയ്യോ വെച്ചിട്ട് അങ്ങ് ഫോട്ടോയിലേക്ക് നോക്കിയത്. ഇല്ല അവർ ഫോട്ടോ എടുത്തോണ്ട് നിൽക്കില്ല, അവർക്കും ഇല്ലേ അത് ഡിസ്റ്റർബൻസ് ആകത്തില്ലേ. സോ അതിൻ്റെ റിയാക്ഷനായിരുന്നു അത്. ഇതപ്പം പല ആംഗിളിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നിൽക്കുന്നത് സ്റ്റിൽ ഫോട്ടോഗ്രാഫറും ക്യാൻഡിഡ് ഫോട്ടോഗ്രാഫറും പിന്നെ ക്യാൻഡിഡ് വീഡിയോസും. ഇതൊക്കെ ഇപ്പോൾ സ്റ്റില്ലല്ലേ കാണുന്നത്. അപ്പം ഈ സൈഡിൽ നിന്ന് വരുന്നതൊക്കെ ക്യാൻഡിഡ്സിൻ്റെ ഇതായിരുന്നു. അപ്പോൾ അവരെന്നോട് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ആൽബത്തിൽ ഫോട്ടോസിലുണ്ട്, ഇതിനകത്ത് അധികം ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഫോട്ടോസ് താഴെ എടുത്തു. അപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല, ഉറക്കം വരുന്നുണ്ടായിരുന്നു. രാത്രി ഒന്നും ഉറങ്ങിയില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് സാരി ചേഞ്ച് ഉണ്ടായിരുന്നല്ലോ. ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത് എന്തായിരുന്നെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് സാരി, ചേട്ടനും വേറൊരു കുർത്ത ഉണ്ടായിരുന്നു, അത് ചേഞ്ച് ചെയ്ത് നമ്മൾ അതിൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും പിന്നെ തീരുമാനിച്ചു ഓക്കെ ഈ ഒരു ഡ്രസ്സിൽ മതി, പിന്നെ ഇനിയും അതും മാറി വീണ്ടും ടയേർഡായി. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒറ്റ ഡ്രസ്സിലുള്ള ഫോട്ടോസ് എടുത്തുള്ളൂ. പിന്നെ അല്ല നമുക്ക് വേണമെങ്കിൽ മറ്റേ ഔട്ട്ഫിറ്റിൽ വേറൊരു ദിവസം ഫോട്ടോഷൂട്ട് ചെയ്യാമല്ലോ, അത് കുഴപ്പമില്ല. ഫോട്ടോസ് മാത്രം മതിയല്ലോ, വീഡിയോസ് ഇപ്പോൾ എന്തായാലും ഞങ്ങൾ അന്ന് തിരിച്ചു പോകുന്നില്ല. അപ്പം മറ്റേ ടാറ്റ ബൈ ബൈ ഒന്നും എടുക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ എൻ്റെ മൈക്ക് എന്നെ ചതിച്ചു ഗൈസ്. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നില്ല ഇടയ്ക്കത്തെ കുറച്ച് ഭാഗത്ത് മൈക്ക് ഓഫായിപ്പോയി, ചാർജ് തീർന്നിട്ട്. പക്ഷെ ചാർജ് ചെയ്തതാ പെട്ടെന്ന് തീർന്നു പോയിരുന്നു. എനിക്ക് തോന്നുന്നു മൈക്കില്ലെങ്കിലും അത്യാവശ്യം കേൾക്കാമെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അതൊന്നുകൂടെ എടുക്കാന്ന് വെച്ചാൽ കുറച്ച് ഇതായി പോകും. എനിക്ക് തന്നെ അറിയത്തില്ല അത് എവിടെ തൊട്ടാണ് ഇത് കട്ടായെന്നുള്ളത്. സോ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കുറച്ച് എനിക്ക് തോന്നുന്നു കേൾക്കാമെന്ന്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും കേൾക്കാതിരിക്കും. ഇത് വേറെ മൈക്ക് ഞാൻ കുത്തി. ഇതാണെങ്കിൽ ഒരു സൈക്കോ മൈക്കാ, ലൈറ്റ് ഇങ്ങനെ കത്തി കാണിച്ചിട്ട് ചാർജ് അങ്ങ് നിന്ന് പോകും. മറ്റേന്ന് വെച്ചാൽ ചാർജ് തീരുമ്പോൾ അങ്ങ് ലൈറ്റ് ഓഫ് ആയിക്കോളൂ. ഇതങ്ങനല്ല, ഇത് ലൈറ്റൊക്കെ കാണും പക്ഷെ ചാർജ് കാണത്തില്ല. അതുകൊണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ നമ്മൾ എവിടെ വരെ ആയിരുന്നു പറഞ്ഞു തീർത്തത്? ഓക്കെ, അപ്പം ചേട്ടൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ അന്ന് തന്നെ അങ്ങ് പോയായിരുന്നു. അന്നൊരു ഉച്ചയായപ്പോൾ തന്നെ പോയായിരുന്നു. പിന്നെ ചേട്ടൻ മാത്രമേ ഉള്ളായിരുന്നു അവിടെ. പിന്നെ ഞാനും അച്ഛന്, അമ്മ, എൻ്റെ ചേട്ടന്, പിന്നെ എൻ്റെ കസിൻസ് 3-4 പേര്, ഞങ്ങൾ ഇത്രയും പേരെ ഉള്ളായിരുന്നു. ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. അപ്പം ഫോട്ടോഷൂട്ടിൻ്റെ കാര്യമായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫോട്ടോഷൂട്ട് ആയിരുന്നെങ്കിൽ പിന്നെ എടുക്കാമെന്നൊക്കെ ഉള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ ഇതുവരെ അത് നടന്നിട്ടില്ല. അത് ഇനി ഒന്നിനും സമയമുണ്ട്, കുഴപ്പമില്ല. അപ്പം അത് കഴിഞ്ഞിട്ട്
അപ്പം ഞാൻ ഓർത്തു ഓക്കെ നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ചു പോകുമ്പം സാരിയൊക്കെ ഉടുത്ത് പോവാ, അന്നേരം ഉടുക്കാമല്ലോ. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് ചേട്ടൻ ഈവൻ നെക്സ്റ്റ് ഡേയിൽ ഒരു ട്രാക്ക് പാൻറ്റും ടീഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട്. അപ്പം ഞാൻ ഈ സാരിയൊക്കെ ഉടുത്തോണ്ട് പോയി ഒരുമാതിരി അലുവേ മത്തിക്കറിയും പോലെ ആയി പോകത്തില്ലേ. അപ്പം എന്നോട് പറഞ്ഞു നീ സാരി ഒന്നും ഉടുക്കണ്ട, ഫ്രീ ആയിട്ട് ഏതെങ്കിലും മീൻസ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രസ്സ് ഇടുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു കുർത്തിയും പാൻറ്റും ആയിരുന്നു ഇട്ടത്. അത് ഞാൻ ബാക്കി അത് ലാസ്റ്റ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ, നിങ്ങളത് കാണണം, കളിയാക്കരുത്. പിന്നെ രാത്രിയിൽ ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോസാണ്. അപ്പം അന്ന് രാത്രിയിൽ അല്ല രാത്രിയിൽ അതിന് മുമ്പ് ഞങ്ങൾ ഹോട്ടൽ റൂമിൽ കയറിയതിൻ്റെ, അതായത് നമ്മളിങ്ങനെ വിളക്കിങ്ങനെ വെച്ചിട്ടൊക്കെ അല്ലേ നമ്മുടെ ഇവിടെ കയറുന്നത്. ഇവരുടെ ഇതിൽ മറ്റേ അരി ഇങ്ങനെ തട്ടിയിട്ടിട്ട് ആ സംഭവമായിരുന്നു. സോ ഞങ്ങൾ അന്നേരം കയറിയത് ഹോട്ടൽ റൂമിലല്ലേ, അപ്പം അതാണല്ലോ നമ്മുടെ വീട്. അപ്പം ഞങ്ങൾ ഹോട്ടൽ റൂമിൽ തന്നെ ഈ അരി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തട്ടിയിട്ട് അങ്ങനെ കയറുമായിരുന്നു. ഞാനും ചേട്ടനും തന്നെ ഉള്ളായിരുന്നു, വേറെ ആരും ഇല്ലായിരുന്നു. എന്ത് ക്ലീൻ ചെയ്യാനാണോ ബേബി? അത് ആര്? അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങി. കാരണം ഉച്ച പിന്നെ നമ്മൾ ഫ്രീ ആണല്ലോ, ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു വൈകിട്ടൊരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിന്നെ എന്താ ഡിന്നറൊക്കെ കഴിക്കാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ പുറത്ത് പോയാണ് കഴിച്ചത്. അപ്പം അതിൻ്റെ ഫോട്ടോസ് ഞാൻ കൊടുക്കാമേ. സത്യം പറഞ്ഞാൽ അന്നേരം ഒന്ന് ഫ്രീ ആയത്, അതുവരെ കുറച്ച് എന്താ പറയുക ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ കമ്പാരിറ്റീവ്ലി കല്യാണത്തിൻ്റെ അന്ന് എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ടാണ് തോന്നിയത്. കാരണം അതിനു മുമ്പ് ഞാൻ ഒട്ടും ഭയങ്കര ടയേർഡും ആയിരുന്നു. അത് തീർക്കണം ഇത് തീർക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് കല്യാണത്തിന് അന്ന് കുറേ കൂടെ ഫ്രീ ആയിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ അന്നേരം എടുത്ത ഫോട്ടോസാണ്, വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ വ്ളോഗ് നമ്മൾ കാണുന്ന പോലല്ല, അത് എടുത്ത് അത് കൺവേ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് നമ്മളപ്പോൾ വിചാരിക്കുന്ന പോലെ ചുമ്മാ ക്യാമറ ഓണാക്കി വെച്ച് എന്തെങ്കിലും കാണിച്ചാൽ അത് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ വരത്തില്ല. നമ്മൾ ഏതൊക്കെ വീഡിയോസ് എടുക്കണം എന്നുള്ളത് പെട്ടെന്ന് വ്ളോഗ് എടുക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാനും എല്ലാവരും വിചാരിക്കുന്നത് വീഡിയോ എടുക്കുന്നു ഭയങ്കര എളുപ്പമാണ്, പക്ഷെ പിന്നെ പിന്നെ റിയലൈസ് ചെയ്തു തുടങ്ങിയത് ഇത് ഭയങ്കര പരിപാടിയാണെന്ന്. ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ മൈൻഡിൽ ആ കാൽക്കുലേഷൻ വേണം, ഇത് എവിടെ എങ്ങനെ കൊടുക്കണം, അത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. സോ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അതാണ് എനിക്ക് പറ്റിപ്പോയത്. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫോണൊക്കെ നോക്കിയപ്പം വെഡ്ഡിങ്ങിനൊക്കെ എടുത്ത കുറച്ച് വീഡിയോസ് എൻ്റെ, അതായത് വെഡ്ഡിങ്ങിന് മുമ്പ് എടുത്ത വീഡിയോസൊക്കെ കിട്ടി. അന്നേരം ഞാനിതിങ്ങനെ നോക്കിയപ്പോൾ അത്യാവശ്യം ഇത് ചെയ്യാനുള്ളതുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത വീഡിയോ ആണ് ലാസ്റ്റ് ജൂണിലോ ജൂലൈയിലോ വെഡ്ഡിങ് സീരീസോ വെഡ്ഡിങ് പാർട്ട് 1, 2 എന്ന് പറഞ്ഞാണ് ഞാൻ ഇട്ടത്. അങ്ങനെ ചെയ്തതാണ്. അപ്പം ഈ ടൈമിലൊക്കെ ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ എന്തായാലും കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം പിന്നെ ഞാൻ ഇതായിട്ട് എന്തിനെടുത്തിട്ട് എന്ത് വ്ളോഗ് ചെയ്യാനാന്ന് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് ഞാൻ എടുത്തില്ല. അതാണ് പറ്റിപ്പോയത്. ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. ഇതായിരുന്നു കോമഡി. ഈ വീഡിയോ ഇടണോ, വെറുതെ നാടകടാവതേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് ഡേ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ തിരിച്ച് തിരുപ്പൂരോട്ട് പോകുന്നത് അന്നായിരുന്നു. അപ്പം സാധാരണ കല്യാണം കഴിഞ്ഞ് നമ്മൾ എത്ര ഈവനിങ് ആയാലും അന്ന് തന്നെ ആയിരിക്കും മിക്കവരും പോകാറുള്ളത്. പിന്നെ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ വലിയ അങ്ങനെ ഞങ്ങൾ എക്സാജറേറ്റ് ചെയ്ത് അതൊരു വലിയ ചടങ്ങായിട്ടൊന്നും ആക്കാൻ പോയില്ല. ഞങ്ങൾ നോർമൽ ഒരു കാഷ്വൽ ഡ്രസ്സ് മാത്രമായിരുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ലുലു മാളിലേക്കാണ്. അവിടെ പോയിട്ട് എന്തോ പെരി പെരി ഫിഷ് ഇത് അവന് വേണമെന്ന് പറഞ്ഞ് അതൊക്കെ വാങ്ങിച്ച് ഒരു ഉച്ച ടൈം 10-10:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഉച്ച ഒരു 1:30-2 മണി ആയപ്പം അച്ഛൻ വിളിച്ചപ്പം ഞങ്ങൾ ലുലു മാളിൽ കറങ്ങിക്കൊണ്ട് നിൽക്കും. അച്ഛൻ ചോദിച്ചു ഇത്ര നേരമായിട്ട് പോയില്ല, എവിടെ കിടന്ന് കറങ്ങാതെ പോവാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഒരു കണക്കിന് ഓക്കെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് നമ്മൾ കഴിച്ചത് തൃശ്ശൂരിൽ നിന്ന്. അത് കുറച്ച് ലേറ്റായിട്ടാണ് കഴിച്ചത്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഒരു 6-6:30 ആയായിരുന്നു. എന്തുമായിരുന്നു ഈ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ ആരും കണ്ടിട്ട് ചിരിക്കരുത് കേട്ടോ.
ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കുക, ഞാനാണെങ്കിൽ ഹോസ്റ്റലിൽ പോയാലും ശരി, ജോലിക്ക് പോകും, ഞാൻ പൊതുവെ എനിക്ക് ഹോം സിക്നെസ് കുറച്ച് കൂടുതലുള്ള കൂട്ടത്തിലാണ്. അപ്പം ഞാൻ അത് ഓർത്തിട്ടാണ് കരഞ്ഞത്. അല്ലാതെ കല്യാണം കഴിച്ചു പോകുന്നു എന്നൊന്നും ഓർത്തിട്ട്, അങ്ങനെ പോകുന്നു വരുന്നൊന്നും ഇല്ലല്ലോ. അപ്പം അതൊന്നും ഓർത്തിട്ടല്ല ഞാൻ കരഞ്ഞത്. പക്ഷേ ഞാൻ ഓൾവേസ് എപ്പോഴാണേലും ഇപ്പം ജോലിക്ക് പോയപ്പോഴും ഞാൻ ഭയങ്കരമായിട്ടും കരഞ്ഞിട്ടുണ്ട്. ഹോസ്റ്റലിൽ പോയപ്പോഴും, ഹോസ്റ്റലിൽ ഓരോ ആഴ്ച പോകുമ്പോഴും ഞാൻ കരയാമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഇനി നിങ്ങൾ ആരും വീഡിയോ കണ്ടിട്ട് ചിരിക്കരുത് കേട്ടല്ലോ. എനിക്കൊരു വീഡിയോ ഉള്ളൊരിതുണ്ട്. അവക്ക് വെറുതെ മോനിങ്ങോട്ട് മാറിക്ക്, സൈഡിലോട്ട് മാറിക്കണ. തൃശ്ശൂര് പാലക്കാട് എല്ലാടോ 3 ദിവസം കഴിഞ്ഞ് വരണ്ടേ. അപ്പൊ വെറുതെ കരഞ്ഞാൻ തോന്നും. അതെ, എനിക്ക് വന്ന അതോ വന്നായിരുന്നു. അതെ, സത്യം പറഞ്ഞാൽ അന്നേരം വീഡിയോ എടുക്കുന്നത് ഇവൻ എൻ്റെ കസിൻ, അവനാ വീഡിയോ എടുത്തത്. അവൻ വീഡിയോ എടുത്തതേ കണ്ടില്ല, ഞാൻ കാരണം കുനിഞ്ഞിരിക്കുമല്ലേ. അപ്പോൾ ഇവര് കമന്റ് അടിക്കുക, 3 ദിവസം കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരണമല്ലോ എന്നോർത്ത് കരയാമായിരിക്കും. ഇത് ഈ വീഡിയോയിൽ കാണുന്നതിന്റെ അത്ര കൂറയല്ലായിരുന്നു കേട്ടോ. വീഡിയോയിൽ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നു. നേരിട്ട് ഇപ്പൊ ഹെയർ ഞാൻ അന്ന് രാവിലെ കുറച്ച് എണ്ണ തേച്ചായിരുന്നു, കാരണം 4-5 ദിവസം എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല മുടിയേല്, നമുക്ക് ഈ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യേണ്ടത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അന്ന് കുറച്ച് എണ്ണ തേച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഒരുപാട് അങ്ങ് എണ്ണ തേച്ചില്ല. പക്ഷെ വീഡിയോയിൽ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നു, ഇത്ര കൂറയല്ലായിരുന്നു. അപ്പൊ അത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ വെഡ്ഡിങ് വീഡിയോ. വേണേ ഞാൻ 13-ാം തീയതി ഞങ്ങൾ പോയതിന്റെ ഫോട്ടോസ് ചുമ്മാ കൊടുക്കാം. കാരണം ഒരു പക്ഷേ ഇത് ലാപ്ടോപ്പിൽ നിന്നെല്ലാം ഡിലീറ്റ് ആയി പോയാൽ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. അപ്പൊ ഈ യൂട്യൂബിൽ കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ കിടന്നോളുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ 13th പോയി അവിടെ സ്റ്റേ ചെയ്യുമായിരുന്നു. ആ പോയപ്പോൾ ഞങ്ങൾ എടുത്ത കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇവിടെ കൊടുക്കാം. ഞങ്ങൾ ഓൺ ദ വേയില് ചായ കുടിക്കാനൊക്കെ കയറി എൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെയാണ്. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ. ഇനി ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പം വേണം എനിക്ക് ബാക്കി ചേർക്കാത്ത കാര്യങ്ങളൊക്കെ ചേർക്കാനായിട്ട്. പിന്നെ ഇടയ്ക്ക് ഈ പറഞ്ഞ മൈക്ക് ഓഫായിപ്പോയത് ഭയങ്കര ഒരു ചതിയായിപ്പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുവരെ ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ടായിരുന്നു, പക്ഷെ അതിനു മുമ്പേ ഇത് ഓഫായി പോയായിരുന്നു. സോ നോക്കണം, ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ എത്രയും എൻ്റെ സൗണ്ട് എല്ലാം പറയുന്ന കേൾക്കാമോ എന്നൊക്കെ നോക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്കിനി നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.